ഹലോ ഗേസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. വർക്കിന് ഇറങ്ങുന്ന സമയം 1:27 ആയിട്ടുണ്ട്. ഊബർ റാപ്പിഡൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വണ്ടി ജസ്റ്റ് കഴുകാണ്ടായിരുന്നു, അപ്പോൾ വണ്ടിനെ താഴത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി ഉണ്ടോ, വണ്ടി ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. മാറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നോ, വണ്ടി ഒരു 2 ദിവസം കൂടുമ്പോൾ കഴുകണം. ഇത് മറ്റേ ആ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇപ്പോൾ നല്ല പുതിയതുപോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വണ്ടി കഴുകി കൊടുത്താൽ ഇപ്പോൾ വണ്ടി കഴുകാൻ തന്നെ ഒരു സുഖമാണ്. വെള്ളം ഒന്ന് നനച്ചിട്ട് തുറക്കുമ്പോൾ തന്നെ ചളിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നല്ലൊരു മിനുസുണ്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട്. മറ്റേത് ഒരു 4-5 ദിവസമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചളിയായി ഇതുമൊരു ഉണ്ടാവലുണ്ട്. ഇത്ര ഒരു മിനുസ് ഉണ്ടാവലില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെയിലി കഴുകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചിലപ്പോൾ കിട്ടുന്നതാണ് വിചാരിക്കണം കേട്ടോ. ചിലപ്പോൾ വെയിലട്ടിയാൽ പോകുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഡെയിലി 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കഴുകാം. അപ്പോൾ ഇനി അങ്ങനെയാണ് പ്ലാൻ. എന്താ വെച്ചാൽ 2 ദിവസം നമ്മൾ രാവിലെ ഒരു 6-7 മണിക്ക് വർക്കിന് ഇറങ്ങിയിട്ട് 10-11 മണി വരെ ഓടുക. നേരത്തെ വന്ന് കടന്നുറങ്ങുക, രാവിലെ വീണ്ടും ഇറങ്ങുക. എന്നിട്ട് 2 ദിവസം വണ്ടി കഴുകേണ്ട ഒരു ദിവസമാകുമ്പോൾ അന്ന് രാത്രി ഇന്നലത്തെ പോലെ ഒരു 2 മണി 3 മണി വരെ ഓടിയിട്ട് കടന്നുറങ്ങുക. അപ്പോൾ പിന്നെ പിറ്റേന്ന് ഉച്ച പോലെ എണീക്കുമ്പോൾ അപ്പോൾ പിന്നെ വണ്ടി കഴുകാം. മറ്റേ രാത്രി വണ്ടി കഴുകൽ നടക്കില്ല. അപ്പോൾ ഏതായാലും ഊബറും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്ന് കരുതിയേനെ. പക്ഷേ എങ്കിൽ ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഏതായാലും ഊബർ റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഒരു കൊതുക് തീ കൂടി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അവനെ പിടിച്ചാലും കിട്ടില്ല. അതേക്കാരം ഇനി കസ്റ്റമർ കയറുമ്പോഴേക്കാരം തീ കൂടി ഇങ്ങനെ ഉണ്ടോ ഒരു കൊതുക് പോണേ. അപ്പോൾ നമ്മളെ കിലോമീറ്റർ CNG അടിച്ചിട്ട് 118 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഇന്നലെ ഓടിയിട്ടുള്ളത്. അതാണ് കിടക്കട്ടെ. ഇനി 4 അട്ടിയമ്പാടുണ്ട് CNG. ബിയിൽ 187 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. അയ്യോ, നമ്മൾ വൈപ്പർ താത്താൻ മറന്ന്. വൈപ്പറും താത്തട്ടെ. പിന്നെ വണ്ടി കഴുകിയപ്പോഴേ മാറ്റും കാര്യങ്ങളും കഴുകിയിട്ടുണ്ട്. പിന്നെ ഡോറും സീറ്റൊന്നും തുടച്ചിട്ടില്ല. അത് ഞാൻ ഇതുകൊണ്ട് തുടക്കം വിചാരിച്ചിട്ട് നമ്മൾ കഴുകണം മുണ്ടുമ്പോൾ ഒരു വെള്ള പൊടി ഇങ്ങനെ ആവുന്നുണ്ട്. അത് നുരുമ്പി ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ സീറ്റ് തുടക്കലാവുകൊണ്ട് നടക്കൂല. അപ്പോൾ വൈപ്പറും താത്തട്ടെ. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ക്ലോത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ഇവിടെ ഇടില്ല. എന്തിനു വെച്ചാൽ നമ്മൾ സ്ക്രീൻ ഇങ്ങനെ ഒന്നാമത് വെയിലിട്ടിട്ട് ചൂടാവും. അതിൻ്റെ ഇടയിൽ നമ്മളിതിൽ പാട്ടിടുമ്പോൾ അപ്പോൾ ഇതിനൊരു ചൂട് വല്ലാണ്ടാവാതിക്കാനാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ. 1:33 സമയം. ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫുഡ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു പഴം. പിന്നെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ സംശയം, നമ്മൾ വണ്ടി ഫസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും ചിലവരൊക്കെ പറയുന്നേക്കാം ഒന്ന് ഫ്രണ്ടൊക്കെ എടുത്തിട്ട് ബാക്ക് ഇടണമെന്ന്. അതിനെക്കുറിച്ച് അറിയണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനങ്ങനെ എടുക്കലിപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നതിനനുസരിച്ച് നമ്മളത് ചെയ്യുന്നുണ്ട്. അതേപോലെ നാളെ ആരോ നമുക്ക് സാധ്യത തോന്നുന്നുണ്ട്, നമ്മളെ കമൻറ്റ് ഇടുന്ന ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ചും ബ്രേക്കും ചോട്ടണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ നമുക്കിങ്ങനെ അറിയാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഈ ഫ്രണ്ടൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അറിയണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ റൈറ്റിക്കാട്ടോ പോകുന്നത്. നമ്മളെ ബാവ അവറോറൻ്റെ അടുക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ലെഫ്റ്റാണ് തിരിഞ്ഞ് പോകല്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെയും മുണ്ടമ്പാലം പോയി കടന്നിട്ട് പിന്നെ അവിടെ നിന്ന് കൊല്ലംകുടിമകൾ പോയിട്ടാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ നമ്മളിവിടുത്തെ ചെറിയ വഴിയിലൂടെ ആദ്യം തന്നെ കൊല്ലംകുടിമകൾ പോയി നിൽക്കാം. ഇന്ന് സ്റ്റാർട്ടിങ് അവിടെ ആയിക്കോട്ടെ. മുണ്ടമ്പാലം പോയിട്ട് അവിടെ ഇപ്പോൾ ഈ നേരത്തൊക്കെ പോയാൽ ചിലപ്പോൾ വണ്ടികൾ വന്നിട്ടുണ്ടാവും ചാടിക്കാനും. ഇവിടുന്ന് ലെഫ്റ്റാട്ടോ തിരിയുക. ഇത് റൈറ്റ് പോയാൽ ഇതാണ് നമ്മളെ ടവർ ഓഫ് ഫെയ്ത്ത് റൂമിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റാണ്. ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് അടിക്കലുണ്ട്. ആദ്യം നമ്മളവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. അവിടെ ഇങ്ങനെ സമയം പോവാണ്. ഇതാണ് നമ്മളെ ചെറിയ റോഡ് കേട്ടോ. ഇതിൽ നമ്മളെ താജ് നാൾ പോകുന്നതിനെന്ന് പറഞ്ഞ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കറക്റ്റ് ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പുള്ളൂ. പിന്നെ ഇവിടെ ഒരു പോസ്റ്റും ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഒരു സൈക്കിളും ബൈക്കൊന്നും വന്നാൽ കുഴപ്പമില്ല. സൈക്കിളുകാരനെ നമ്മൾ കവർ ചെയ്തിട്ടോ. 2 പേരുണ്ട് അവിടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് കയറണതില്ല. കറക്റ്റ് ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പുള്ളൂ. ബൈക്കൊക്കെ വന്നാലും ഒരു വട്ടം ബൈക്ക് സ്കൂട്ടി എന്തോ വന്നിട്ടുണ്ട്. പക്ഷെ കാറ് ഓട്ടോറിക്ഷ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഓട്ടോറിക്ഷകൾ വരാണ്ടോ. ഇപ്പോൾ കണ്ടോ എന്തൊരു സ്പീഡിൽ വരാൻ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോൺ അടിച്ച് കൊടുക്കണം. അവിടെ ഒരു വളവും പാടുണ്ട്. ആ വളവെന്ന് ഒറ്റ അടിക്കരുത്. കാരണം ഇവരെ പൂതി നമ്മൾ കാർ ഇതിൽ വരില്ല എന്നാണ്. അപ്പോൾ ആരും ഇതിലെ കൊണ്ടുവരില്ല കാറുകൾ. ഓട്ടോറിക്ഷയിൽ പിന്നെയും വരും. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തേ നമ്മളവിടേക്ക് തന്നെ ചാടുന്ന വലിയ റോഡും ഉണ്ട്. അപ്പോൾ ആരും ചെറിയ റോഡുമായി പോവില്ല. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ വണ്ടി ഇടൽ കൊല്ലംകുടിമകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റിൻ്റെ അവിടെ ഈ ലെഫ്റ്റ് ഉണ്ടോ ഈ വളവിൽ, അതായത് ഈ വളവിനോട് ചാരിയിട്ട് ആരും എടുക്കൂല. കുറച്ചൊക്കെ സെൻറ്റർ ഭാഗത്തു കൂടിയാണ് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചാരിയിട്ടാണ് ഇടും. ഇവിടെ എന്തൊക്കെയോ ഒഴിഞ്ഞ് കിടക്കുന്ന എന്തോ സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ ട്രിപ്പ് അടിക്കട്ടെ. 0 ഏണിങ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ 12 കിലോമീറ്റർ 231 രൂപ ശ്രീജ.
ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പേ മാച്ച് ട്രിപ്പായിട്ട് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. ദിസ് റിക്വസ്റ്റ് ഈസ് നോ ലോങ്ങർ പറഞ്ഞിട്ട്. അതെന്താണെന്നോ, അത് നമ്മൾ ഇന്നാൾ വീഡിയോ കണ്ടല്ലോ, ഒരു പരിപാടി ഇതുമ്പോൾ നടക്കുന്നുണ്ട്. ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാച്ച് നമുക്ക് വരും. അതേപോലെ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും ആ മാച്ച്. അപ്പോൾ മാച്ചുകൾ ഒരു മാച്ച് വന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, എന്ത് ചിലപ്പോൾ അത് ട്രിപ്പായിട്ട് വരും. കാരണം അത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ്? ഓയോ ഹോം AJ സ്യൂട്ട്സ് എന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്. എവിടെയാണ് നോക്കട്ടെ. ഇത് നമ്മളെ അത്താണി മുണ്ട അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തന്നെ ഉണ്ടോ. അവിടുന്ന് പോയിട്ട് ആ കാറ് പോയാൽ അവിടുന്ന് ലെഫ്റ്റേക്ക് അത്താണി ഭാഗത്തേക്കാണ്, അവിടെ നിന്നാണ് ഡ്രോപ്പ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പാട്ടെന്ന് ആലുവക്കാണ്. നമ്മുടെ പഴക്കാട് ഉണ്ട്, അത് ആലുവന്ന് കഴിക്കാം. നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് AJ സ്യൂട്ട്സ്, മേലെ ബോർഡുണ്ട്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് വിളിച്ചപ്പോൾ പറയാം അവിടെ അല്ല മേലെയാണ് ആ ഷീറ്റ് ഇട്ടതാണ്, അവിടെ കയറാൻ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളെ മുമ്പ് കൂടിയാണ് ഈ വണ്ടി കൊണ്ട് ഞാൻ പോകുന്നത്. നമുക്കിപ്പോൾ ആളെ തിരിച്ചറിയില്ല. ഇവർക്ക് നമ്മുടെ വണ്ടിൻ്റെ നമ്പറേലും അറിയും. ഒന്ന് കൈ കാണിച്ചിട്ട് നിർത്തിച്ചൂടെ. നമ്മളിവിടെ വന്നിട്ട് തേങ്ങ എനിക്ക് തോന്നുന്നത് അയാൾ തന്നെ ആയിരിക്കും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. 037 വണ്ടി കണ്ടില്ലേ പ്രതികൂടി പോകുമ്പോൾ? വണ്ടി കണ്ടു നിങ്ങളങ്ങനെ കയറി പോയിട്ട് നമ്മൾ ചെയ്യാനാ അവിടെ കൊടുത്തേക്കണ നിങ്ങള് ആ മറ്റേ സ്യൂട്ട് വിളിച്ചിട്ട് വരണ്ടേ? അല്ല നമുക്ക് വരണ്ടേ തിരിച്ച് എങ്ങനെ ഞങ്ങള് കൈ കാണിക്കാനുണ്ട്. പക്ഷെ അവിടെ കിടപ്പുറത്ത് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല നമുക്ക് കൊടുത്തേക്കല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങളെ തിരിച്ചറിയില്ല, പക്ഷെ നിങ്ങൾക്ക് നമ്മളെ വണ്ടി നമ്പർ തിരിച്ചറിയാം. നമുക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയൂല. അപ്പൊ നമ്മള് വണ്ടി കണ്ടിട്ടില്ലേ വിളിച്ചത്? ഞാൻ കണ്ടില്ല, വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ ഫോൺ വിളിച്ച് പറയണ്ടേ. അപ്പോൾ നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. സമയം 3:04 524 രൂപക്ക് ഓടി. അതിനുശേഷം ടോട്ടൽ 3 ട്രിപ്പ്. അതിനുശേഷം നമ്മൾ 2 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആലുവ നമ്മളെ ദേശത്തു നിന്ന് വരുമ്പോൾ ഫസ്റ്റ് പാലം, ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ പാലം കയറണ അവിടെയാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കണത്. ലാസ്റ്റ് ഡ്രോപ്പ് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ടായിരുന്നു. മറ്റേ ട്രിപ്പേ നമ്മൾ ആദ്യം എടുത്ത ട്രിപ്പ് ഉണ്ടല്ലോ, അയാൾ ഫ്രണ്ടിൽ കയറിയിരുന്ന് എന്നിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ആ വീഡിയോയിൽ കണ്ടല്ലോ. മറ്റേ നമ്മളങ്ങോട്ട് പോണ കണ്ടിട്ട് അന്ന് ഞാൻ അവിടെ കുറച്ച് നേരം നിന്നോട്ട് എഴുതിയിട്ട് മിണ്ടാന്നാണെന്നൊക്കെ. എന്താ അപ്പോൾ അയാളെ വർത്തം? ഞാൻ അയാളോട് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറയാ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാതെ പോയല്ലോ. നമ്മൾ എങ്ങനെ കാണണം? നമ്മൾ വണ്ടി ഓട്ടല്ലേ, വണ്ടി ഓട്ടുമ്പോൾ എത്രോടത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കണം. റോട്ടിൽ കൂടിയാണ് പോണത്. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് അതിൽ നമുക്ക് തരുന്ന ലൊക്കേഷന്, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ആളെ പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ആളെ കാണാത്തതുകൊണ്ട് വിളിച്ചു. കാരണം മുമ്പിലൊരു കപ്പിൾസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി അവരായിരിക്കുന്നു. എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ അപ്പോൾ വേറെ ഒരാളാണ് ഫോൺ എടുത്ത്. അവിടെ കയറേണ്ട ആളവിടെ മേലെ ഉണ്ടല്ലോ. അതേപോലെ ഞാൻ അതിൻ്റെ ബോർഡിൻ്റെ പേര് വായിച്ചു കൊടുത്ത പിന്നോട് പറഞ്ഞു അതല്ല അതിൻ്റെ മേലുള്ള ഷീറ്റ് ഇട്ടതാണെന്ന്. പിന്നെ എന്തിനാ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം? അവിടെയാണ് കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ കയറിയ ആളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം പിന്നെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കമ്പനി ആവൽ തുടങ്ങി. അപ്പോൾ ആളെന്തോ മലപ്പുറത്ത് എന്തൊക്കെ വരലുണ്ട്, മാസത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഡയമണ്ടിൻ്റെ ഒരു സോപ്പ് ബോർഡിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഒരു സംഭവമാണ് ആൾ ചെയ്യണത് വർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പ് ഇട്ടിക്കണം അവിടെ ആലുവ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട് ചെറുത് ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ അവിടെയാണ് ഈ ഷോപ്പ് കിടക്കണത്. അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് എന്നോട് അതിൽ ജോയിൻ ആവണമെന്നൊക്കെ ചോദിച്ചു. നമ്മളങ്ങനത്തെ കുറേ പരിപാടിയിൽ പണ്ട് കൂടിയത്. അതൊന്നും നമുക്ക് ഈ പരിപാടിൻ്റെ ഇടയിൽ നടക്കില്ല. ഈ ആളെ ചേർക്കണ പരിപാടി, സോപ്പ് വാങ്ങുക, സോപ്പ് പൊടി വാങ്ങുക, അങ്ങനത്തെ പരിപാടിയാണ്. നമ്മൾ ബോച്ചട്ടീനെ വാങ്ങിയിട്ടുണ്ട് അവിടെ റൂമിൽ ഒരു ലോഡ് കിടക്കണേ. അപ്പോൾ എന്നിട്ട് അവിടെ ഞാൻ കുറേ കമ്പനിയൊക്കെ ആയി ഓലെ ഷോപ്പിലൊക്കെ കയറി. പിന്നെ എന്നോട് ജോയിൻ ആയിക്കോ, നല്ല സാധനമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പിന്നെ വേണ്ടാന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ ഏതായാലും ട്രിപ്പൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഓരോ ഷോപ്പിലൊക്കെ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് അവിടെ കുറച്ച് സോപ്പും പൊടിയും കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ 3 ആൾക്കാരുണ്ട്, ഒരു ലേഡി ഉണ്ട്, അവർ 2 പേരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ണർഷിപ്പായിട്ട് അങ്ങനെ തുടങ്ങിയതാ ചെറിയ സോപ്പ് പൊടിൻ്റെ. മാസം 45 ഉറുപ്പ്യ ഉണ്ടാക്കുന്നുണ്ട്, 50 ഉറുപ്പ്യ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ അറിയില്ല, നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഊബർ ഓടിയിട്ടുള്ളത് മതി. ഇതിൻ്റെ ഇടയിൽ സോപ്പ് പൊടി വിൽക്കണ പരിപാടി നടക്കില്ല. വേണമെങ്കിൽ അവിടുന്ന് സോപ്പ് വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റും. നല്ല സാധനങ്ങളായിരിക്കും. ഡയമണ്ടിന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാങ്ങി അവിടെ എന്തൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു. നമ്മളെ കടുങ്ങല്ലൂർ ആ ഭാഗത്തു കൂടി അങ്ങോട്ട് പോയിട്ട് ഒരു ചെറിയ ട്രിപ്പായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ച് ഇങ്ങോട്ട്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ റെസ്റ്റിലാണ്. 524 ഉറുപ്പ്യൊക്കെ ഓടിയുണ്ട് നമ്മളെ പഴം കഴിക്കട്ടെ.
പഴന്നൊന്നും പറയാനില്ല, ആകെ അത്ര വലിപ്പമുള്ളൂ, ചെറിയ വലിപ്പമുള്ളൂ. ഇതിൽ കൂടുതൽ ഇതിൻ്റെ തോലും കാര്യങ്ങളായിട്ട് അങ്ങനെ തന്നെ പോകും വേസ്റ്റായിട്ട്. പിന്നെ കുറച്ചുണ്ട് കയമ്പ്. നമ്മളെ ഫോണിൻ്റെ 3ാമത്തെ ഗ്ലാസും ഞാൻ എടുത്തിട്ടോ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് പൊട്ടിച്ചതാണ്, കാരണം ഈറ കടിച്ചിട്ട്. കാരണം ഇത് 3ാമത്തെ ഗ്ലാസ്സാണ് നമ്മൾ ഇടുന്നത്. ഇത് ഡിസ്പ്ലേ മാറ്റിയോണ്ടായിരിക്കുന്ന. ഞാൻ ചില ഗ്ലാസ്സിന് ഇങ്ങനെ ഒരു പ്രശ്നം വരലുണ്ട്. നമുക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു സാധനം ഓപ്പൺ ആവണില്ല. ഫോൺ ഇങ്ങനെ സ്റ്റാൻഡുമ്പോൾ നിന്ന് കയ്യിലെടുത്തിട്ട് വേണം, ഇങ്ങനെ തൊടുമ്പോൾ റെഡിയാവും. അപ്പോൾ നമുക്ക് എന്താണെന്നോ അങ്ങനെ സ്റ്റാൻഡുമ്പോൾ അവിടെ കിടക്കലേക്കരം. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോയി വരും, അപ്പോൾ ആവണില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ ഗ്ലാസ്സും പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇതിൻ്റെ സെയിം ഗ്ലാസ് അല്ല കേട്ടോ, ഇത് വേറെ ഏതൊക്കെ ഒന്നാണ്. ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണോ ഇതിൻ്റെ സെയിം സാധനം ഇടാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. എന്തായാലും ഇനി വേറെ ഏതെങ്കിലും ഗ്ലാസ് ഇടാം. ഇനിയിപ്പോൾ അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. 3:42 ആയിട്ട് സമയം. മുമ്പിലും ബാക്കിലും വണ്ടി ഉണ്ടായിരുന്നു, ടാക്സി. അത് രണ്ടും പോയി. കാരണം ഇവിടെ നിന്നാൽ വല്ലാണ്ട് ട്രിപ്പ് അടിക്കൂല. ഞാൻ പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്ന് സൈഡാക്കിയതായിരുന്നു. കടവാട്ടോ, മല്ലൂദാബ കടവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയാൽ നമ്മളെ പറവൂർക്കവല സിഗ്നലിലെത്തും. അത് കഴിഞ്ഞിട്ട് ആലുവ പോകേണ്ടി വരും. അവിടെ നിന്നിട്ടും കാര്യമല്ല, സിഗ്നലിൽ നിന്നിട്ടും കാര്യമല്ല. അപ്പോൾ ആലുവ നമ്മളെ മെയിൻ സ്പോട്ടിൽ പോയി നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോകേണ്ടി വരും. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോവാം. നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇന്നല്ല, ഇപ്പോൾ എന്നും ഈവനിങ് ആകുമ്പോൾ കണ്ടോ വെള്ളം കണ്ടോ. ഇന്നലെ രാത്രി ഈവനിങ് മുതലാണ് തുടങ്ങും മഴ. ഞാൻ ഈ സർവീസ് റോഡ് വഴിയാട്ടോ പോകുന്നത്. ഇവിടെ ഇടയ്ക്ക് സിഗ്നലിലാണ് പെടും. ഇതിൻ്റെ സിഗ്നൽ അങ്ങനെ നീളത്തിൽ പോകും. ഇത് സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നോ, ഇനി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് റൈറ്റ് എടുത്താൽ ഫ്രീ ലെഫ്റ്റ് എടുത്തിട്ട് പോവാം. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കണം വണ്ടിയാൾ വരുന്നത്. ഈ ഭാഗത്തേക്ക് വല്ലാണ്ട് വണ്ടിയാൾ വരില്ല. മേതാരാ 1 സ്റ്റാർ പോലീസ് പോകുന്നുണ്ട്, 1 സ്റ്റാർ. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ലെഫ്റ്റ് ആണോ. അപ്പോൾ അതിൽ പോകുന്നിക്കണെങ്കിൽ അവിടെ സിഗ്നലിൽ പെടും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന നോക്കിയാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല. എന്നാലും കൂടുതലും നമുക്ക് കിട്ടും കേട്ടോ, കാരണം എപ്പോഴും അവിടെ സിഗ്നലിൽ പെടും. ആ സിഗ്നൽ അങ്ങനെ നീളത്തിൽ മറ്റേ സിഗ്നലിൻ്റെ അടുത്തേക്ക് എത്തും വണ്ടിയാൾ നിന്ന്. നമുക്ക് ഒരു എയർപോർട്ടിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 340 രൂപയുടെ. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലാട്ടോ പിക്കപ്പ് ഉള്ളത്, ഷാനാണ്. അപ്പോൾ ഞാനിവിടെ നമ്മളെ പാർക്കിങ്ങിൽ കൊടുന്ന് പാർക്ക് ചെയ്തിട്ടായിരുന്നു. എയർപോർട്ട് പോയാൽ എന്താണെന്നോ, സ്പോട്ടിൽ റിട്ടേൺ അടിച്ചാൽ ഭാഗ്യമായി, ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ആവേണ്ടി വരും. ചിലപ്പോൾ എയർപോർട്ടിൽ നിൽക്കും, മഴയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ചിലപ്പോൾ അവിടെ എയർപോർട്ടിൽ നിൽക്കും. ആളെ മെസ്സേജ് ഉണ്ട്, ഐ എം ലുക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാൾ ഐ എം ലുക്കിംഗ് ഫോർ യു ആയി. നമ്മൾ ഇവിടെ അത്താണി എത്തുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ ഓയിൽ കയറിക്കൊണ്ട് CNG അടിക്കാൻ. അപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ, അവർ പോരുന്ന വഴിക്ക് 3 ആൾക്കാരാണ്. അവർ 2 ആൾക്കാരാണ് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പോകണം, ഒരാൾ ആക്കാൻ പോവാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ച് അവർക്കൊന്ന് സിഗരറ്റ് വലിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് നിർത്തുമെന്ന് ചോദിച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ CNG അടിക്കണം. അപ്പോൾ നമ്മൾ ഒരു CNG അടിക്കാൻ കയറുമ്പോൾ എന്നാൽ ഓക്കെ, സിഗരറ്റ് വാങ്ങാനാണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്താനാണ്. അപ്പോൾ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, സാധനം സിഗരറ്റ് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ CNG അടിക്കാൻ നോക്കിയപ്പോൾ ഒരു 5-6 വണ്ടി ക്യൂലുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ലേറ്റ് ആവുമോ എന്ന് എഴുതിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളടുത്ത് സിഗരറ്റ് ഉണ്ട്, ഞങ്ങൾ ഇവിടുന്ന് വലിക്കാറുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വണ്ടി കയറ്റി. അപ്പോൾ നമ്മൾ CNG അടിക്കുന്ന സമയം 2 ആൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ കുഴപ്പമില്ല, ഇനി എവിടെയും നിർത്തും വേണ്ട, ഇനി CNG അടിച്ചിട്ടാണ് പോവുക. മുമ്പിലൊരു 4 വണ്ടി ഉണ്ട്, ടൈം ലേറ്റ് ആവും, അതാണ് പ്രശ്നം. ഇതെന്താണെന്നോ 2 പുള്ളിയുള്ളൂ CNG. 2ാമത്തെ പുള്ളിയിൽ ഇപ്പോൾ കുറേ ഓടണു. ഇപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലോങ് എടുക്കാനും മരടോ അല്ലെങ്കിൽ വല്ല ഇൻട്രസിറ്റി എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ CNG അടിക്കാൻ ചിലപ്പോൾ ചാൻസ് കിട്ടില്ല. അപ്പോൾ ചാൻസ് എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവർ അവിടെ അടിക്കുക. ചിലപ്പോൾ ഞാൻ അടുത്ത കസ്റ്റമർ എയർപോർട്ടിൽ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CNG അടിക്കാൻ പറ്റാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ സീനാവും. അപ്പോൾ ഏതായാലും സാധനം അടിക്കട്ടെ. ഇനി ഫ്രണ്ടിൽ 2-3 വണ്ടിയും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ ടെർമിനൽ 3ക്കാണ്, ഇൻ്റർനാഷണലിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളെ ഇന്ത്യൻ്റെ കൊടി ഇതാ പാറി കളിക്കണേ. അപ്പോൾ CNG എത്ര 550 റുപ്യ കട്ടടിച്ചേ. പിന്നെ അവർ അവിടുന്ന് കയറിയപ്പോൾ എനിക്ക് മെട്രോ ബസ് ഈ നടന്നു പോകുന്ന 3 പേരായിരുന്നു നമ്മളെ കസ്റ്റമർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സംശയം, ആൾക്ക് ആലുവക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ മെട്രോൻ്റെ ഒരു ബസ് ഉണ്ട് അവിടെ, അതെവിടെ കിട്ടുക ചോദിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അരേവൽസിലായിരിക്കും അടിയിൽ. പിന്നെ അവർ ഒരു പാൽ കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കടിച്ചതാട്ടോ, അവർ കടിച്ചതിൻ്റെ ബാക്കിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഇടയിൽ ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേക്കും കിട്ടി, പൈസയും കിട്ടി, എല്ലാം കിട്ടി. നല്ലൊരു കസ്റ്റമറായിരുന്നു കമ്പനി ആയിട്ട്. അതിലൊരാൾ ഊബർ ഓടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ല, ബാംഗ്ലൂർ. ഇപ്പോൾ ഓടുന്നില്ല, ഇപ്പോൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഏതായാലും 180 ക്യൂ ഇവിടെ കിടക്കണം. 560 കേട്ടോ അവർ പേയ്മെൻറ്റ് ചെയ്ത്. ഇപ്പോഴാണ് ക്രെഡിറ്റ് ആവണത്. ടെർമിനൽ 3ലാണ്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റുമെന്ന് നോക്കി കേട്ടോ. ഇവിടുന്ന് മാത്രമേ എയർപോർട്ടിൻ്റെ ഫ്ലൈറ്റ് കാണുള്ളൂ. പിന്നെ അങ്ങ് അവിടെ പോകണം.
ഇവിടെ ഒറ്റ ഫ്ലൈറ്റ് ഇല്ല, ഫുള്ള് കാലിയായി കിടക്കാണല്ലോ. അവരെങ്ങനെ പോവാ പിന്നെ? ഒറ്റ ഫ്ലൈറ്റ് ഇല്ല കേട്ടോ ഇവിടെ. മിറ്റത്താ പറയണത്. റൺവേയിൽ ഒറ്റ ഫ്ലൈറ്റ് ഇല്ല. നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിക്കണില്ലല്ലോ, എന്താ ഇപ്പം ചെയ്യാ? എൻ്റെ 100 റുപ്യ പോയില്ലേ? അപ്പൊ ചായയും കടിയും വാങ്ങി തന്നെ കേട്ടോ. അതെന്താ എൻ്റെ 100 റുപ്യ ഞാൻ പാർക്കിങ്ങിൽ കയറ്റി. ഞാൻ ഇന്റർനാഷണലാണ് ഡ്രോപ്പ് ചെയ്തത്. എന്നിട്ട് ഡൊമസ്റ്റിക്കിന്റെ പാർക്കിങ്ങിൽ വന്ന് അല്ലല്ല ഭാഗ്യത്തിന് ഞാനേ ആ ചേച്ചിനോട് പറഞ്ഞു ഇവിടുന്നാണ് അടക്കണേ പുറത്തുനിന്നാണ് അടക്കണ ചോദിച്ച്. ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് അടച്ചോളാറുണ്ട്. അതുകൊണ്ട് ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ 100 റുപ്യ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ 10 മിനിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആവാൻ ചാൻസ് ഉണ്ട്. ഭണ്ഡാരം ഞാനേ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളിൽ കയറ്റി. ഭാഗ്യത്തിനേ ഞാൻ ഇന്നാള് കേറിയപ്പോ തന്നെ അവിടെ പേയ്മെന്റ് ചെയ്തു 100 റുപ്യ. ഇന്ന് ഭാഗ്യത്തിന് ഞാൻ പുറത്തടിച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭാഗ്യം. അപ്പൊ ഈ അജ്മൽ നമ്മളെ കണ്ടുപോണു എയർപോർട്ട് കയറണേ. ഓനിവിടെ ഉണ്ട്, കുറേ ദിവസമായി അജ്മലിനെ കണ്ടിട്ട്. ഇനിയിപ്പം വിളിച്ചിട്ട് നമ്മൾ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ വേഗം 60 റുപ്യ വിട്ടായിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അർജൻറ്റ് കണ്ടപ്പോൾ എന്നോട് അവിടുത്തെ പൈസ വാങ്ങുന്ന ആൾ പറഞ്ഞു 9 മിനിറ്റ് ആയിട്ടുള്ളൂ, പേടിക്കണ്ടായിരുന്നു. കറക്റ്റ് 9 മിനിറ്റിൽ ഞാൻ അവിടെ എത്തി വേഗം. അപ്പോൾ ഓന് ഈ പാലത്തിൻ്റെ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത്. ചങ്ങാനത്തൊക്കെ ഒന്ന് പോട്ടെ. ഞാൻ അവനോട് ചായയും കടിയും വാങ്ങി തരാൻ പറഞ്ഞത്. കടി ഇവിടെ ഒന്നുണ്ട്, അത് കണക്കപ്പെടുത്തണ്ട. അപ്പോൾ ഏതായാലും ഇറങ്ങി പോകുന്നതല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിൽ തന്നെ പുറത്ത് നിന്നാൽ 3-4 മണിക്കൂർ പോകും. ഉള്ളിൽ നിന്നാൽ ചിലപ്പോൾ റാപ്പിഡോയിൽ അടിക്കും. പിന്നെ നമ്മളെ ചെങ്ങായിനെ കണ്ടിട്ട് കുറേ ദിവസമായിക്കോളും, അജ്മലിനെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങളൊന്ന് കൂടട്ടെ. അജ്മൽ ബായ്. കാലങ്ങൾക്ക് ശേഷം ഷാഹിർ ഷാജി എന്ന യൂട്യൂബറെ പിന്നെ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ മൈക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് പിന്നീടാണ് ഈ വോയിസ് ഇപ്പോൾ കയറ്റണത്. ഇപ്പോൾ പറയുന്ന വോയിസ് ഞാൻ അഡീഷണൽ കയറ്റുന്നതാണ്. ഏകദേശം നമ്മളൊരു 10 ഷോട്ടേലും വോയിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്ന് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു 11:45 ആയപ്പോൾ ഇവിടെ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്നിട്ടില്ല, നേരെ കാലടിച്ചിട്ട് ഒറ്റ പോയിന്റിൽ പോകുന്നതാണ്. ഊബറിൽ നമ്മൾ ഇന്ന് ഓടിയത് 1345 രൂപ കേട്ടോ. 5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ ഊബറിൽ നിന്ന്. അതിൽ നമ്മൾ 10 മണിക്കൂറും 7 മിനിറ്റാണ് എടുത്തത്, 5 ട്രിപ്പ്. പിന്നെ റാപ്പിഡോ ഒന്നും ഓടിയിട്ടില്ല, 0 ആയിരിക്കും. ഇത് 0 ആണ്. അപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങനെ കാലടിച്ച് പോകുന്നത് ഏകദേശം ഒരു 22-23 കിലോമീറ്ററോളം ഉണ്ടാവും ഇപ്പോൾ കാലടിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൂനമ്മാവ് എത്തിയപ്പോൾ നമ്മൾ ഊബർ ഓഫ് ചെയ്ത്. പിന്നെ ഏതായാലും അവിടെ കൂനമ്മാവ് എത്തിയപ്പോൾ നമുക്ക് ആദ്യം ആലുവയ്ക്ക് ഒരു മാച്ച് ട്രിപ്പ് വന്ന്. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത്, അത് കിട്ടിയില്ല. പിന്നെ ആ മാച്ച് തന്നെ വീണ്ടും വന്ന്. അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാനൊരു മൂഡുണ്ടായില്ല. പിന്നെ ഇനി ഓടണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വേഗം എടുത്തില്ല, എന്നിട്ട് വേഗം ഓഫാക്കി. കാരണം പിന്നെ ട്രിപ്പായിട്ട് വരും. എന്നിട്ട് ഞാൻ റാപ്പിഡോ മാത്രം ഓണാക്കിയാണ്ട് പോന്ന്. ഏകദേശം നമ്മൾ ലുലുമാളിൻ്റെ വരെ റാപ്പിഡോ ഓണാക്കിയിട്ട് പോന്ന്. പിന്നെ റാപ്പിഡോയും അടിച്ചില്ല. അപ്പോൾ റാപ്പിഡോയും ഇപ്പോൾ ഓഫാക്കി. അപ്പം 11:47 ആയപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.